ഒരു ട്രൗസർ മനോജും മറ്റേ ഇത് നിങ്ങൾ അത് ചോദിക്കാനാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു. ഈ ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലക്കേസ് ഒരു തരത്തിലും ജില്ലയിലെ പാർട്ടിയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഞങ്ങളെ ബാധിച്ചിട്ടില്ല. പാർട്ടിയെ ബാധിച്ച പ്രശ്നമില്ല. അത് പാർട്ടിക്ക് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. തീരുമാനിച്ചുറപ്പിച്ച് ആലോചിച്ച് അതൊക്കെ വെറും വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിലും CPM ഇന്ന് വരെ ഏർപ്പെട്ടിട്ടില്ല. എളമരം കരീമിന്റെ സ്വന്തം വാർഡിൽ BJP ഒന്നാം സ്ഥാനത്തെത്തുന്നത് LDFന്റെ വാർഡാണ്, CPMന്റെ വാർഡാണ്. എന്നെ അതിൽ ബോധപൂർവ്വം പ്രതി ചേർത്ത് ചെറുതാണെങ്കിലും CPMന് അടിക്കാനുള്ള ഏത് വടിയും നിങ്ങൾ ഉപയോഗിക്കും. ഇപ്പോൾ RMP ആരോപിക്കുന്ന 2 ആരോപണങ്ങൾ മാഷിനെതിരെയുണ്ട്. ഒന്ന്, കുഞ്ഞനന്ദൻ്റെ ഫോണിൽ നിന്ന് മാഷിന് വന്നൊരു കോളും ഒരു പൂക്കട ആരോപണമാണ്. പൂക്കട ആരോപണം പക്ഷേ തെളിവുകളില്ല എന്ന് പറഞ്ഞു. മറ്റേ ആരോപണം പക്ഷേ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ആരോപണമായിരുന്നില്ലേ? ആര് പറഞ്ഞു? ഫോൺ കോൾ മാഷിൻ്റെ ഫോൺ ഒരു കോളും എന്നെ ആരും വിളിച്ചിട്ടുമില്ല. എനിക്കതുമായിട്ട് യാതൊരു ഇല്ല. നിങ്ങളെന്തിനാണ് ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത്? അങ്ങനെ കോടതിയുടെ മുമ്പ് പോലും അങ്ങനെ ഒരു പരാമർശമില്ല. ഈ ട്രൗസർ മനോജ് ഉൾപ്പെടുന്ന ഒരു ട്രൗസർ മനോജും മറ്റേ ഇത് നിങ്ങൾ അത് ചോദിക്കാനാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു ഇത്തരം കാര്യങ്ങൾ. കാരണം കോടതിയുടെ മുമ്പിൽ പോലും ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും കോടതിയുടെ മുമ്പിൽ വരാത്തത് ആരും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ്. ആര് പറഞ്ഞു? എവിടെ? വേണു ഉൾപ്പെടെയുള്ള ആര്? അത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് എന്തോ ഒന്ന് പറയണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സംഗതിയായിരിക്കും. അല്ലാതെ കോടതിയുടെ മുമ്പിലോ നിയമത്തിൻ്റെ മുമ്പിലോ പരിശോധനാ ഘട്ടത്തിലോ ഒന്നുമില്ലാത്ത ചില ആക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിക്കോളൂ. കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റി അംഗത്തെ പുറത്താക്കിയത്, പ്രമോദനെ പുറത്താക്കിയിട്ടുള്ള PSC കോഴ ആരോപണം, അതെന്തായിരുന്നു യഥാർത്ഥം? നിങ്ങൾ ഇമാതിരി ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി എല്ലാ തെറ്റുകൾക്കുമെതിരായി ശക്തമായ നിലപാടെടുക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ടി അംഗങ്ങൾ, പാർട്ടി മെമ്പർമാർ ബഹുജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. അപ്പോൾ പാർട്ടി അംഗങ്ങൾ ബഹുജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ പ്രതീകമാണ്, പാർട്ടിയുടെ മുഖമാണ്. അവരുടെ ഭാഗത്ത് ഏതെങ്കിലും വിധത്തിൽ ഒരു തെറ്റിൻ്റെ ലാഞ്ചന കണ്ടാൽ ഞങ്ങൾ അത് തിരുത്തിക്കുന്നതിന്, അല്ലാതെ ഒരാൾ ശരിയാക്കാനല്ല, തിരുത്തിച്ച് പാർട്ടിയുടെ അംഗത്വത്തിന് പോലും പുറത്താക്കിയല്ലോ. അതെ, പുറത്താക്കുമല്ലോ. അത് PSC കോഴ എന്ന് പറയുന്ന ആരോപണമാണ്. അത് നിങ്ങളാണ് PSC കോഴ മറ്റെന്നൊക്കെ പറഞ്ഞത്. നിയമനത്തിന് വേണ്ടി പണം വാങ്ങിയതാണ്. ആര് വാങ്ങി? നിയമനക്കോഴ ഉണ്ടായി. നിങ്ങൾ ഓരോ കോഴ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ ഞങ്ങളെ കിട്ടില്ല. പ്രമോദനെ പുറത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? അതൊക്കെ അപ്പം പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. ധാരാളം ആളുകളൊന്നുമില്ല. ആര് പറഞ്ഞു? പാർട്ടിയിൽ നിന്ന് ധാരാളം ആൾ വിട്ടു നിന്നാൽ പിന്നെ പാർട്ടി ഉണ്ടാവുമോ? സംഘടനാപരമായ ചുമതലയിൽ നിന്ന് ഒഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാർലമെന്ററി രംഗത്തേക്കൊക്കെ വരാനുള്ളൊരു സാധ്യത. സംഘടനാപരമായ ചുമതലയിൽ നിന്ന് ഒഴിയുന്നു ആര് പറഞ്ഞു? സെക്രട്ടറി ചുമതലയിൽ നിന്ന് ഒഴിയുമ്പോൾ സെക്രട്ടറി ചുമതലയിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടി ഭരണഘടന അനുസരിച്ച് 3 ഇടമാണ്. മാത്രമല്ല ഇത് മാക്സിമം 10 വർഷം കഴിഞ്ഞു. അതെ, കോവിഡ് കാലത്ത് സമ്മേളനത്തിൻ്റെ ഒരു ദൈർഘ്യം വന്നതുകൊണ്ട് 10 വർഷം വന്നു. അത് ഒഴിഞ്ഞാലും സെക്രട്ടറി സ്ഥാനത്ത് ഒഴിഞ്ഞാലും പണ്ടുള്ളവരൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പാർട്ടി ചുമതലയിലുണ്ട്. അതുപോലെ പാർട്ടി ചുമതലയിലുണ്ടാകും. ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുമായി ഇടപഴകി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരത്തിൻ്റെ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്തിനാണ് മത്സരിക്കുന്നത്? നിങ്ങൾ മത്സരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഒരു മത്സരം ഉണ്ടാവും എന്നുള്ളത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കാമല്ലോ. അതിന് സാധ്യതയില്ല. നിങ്ങൾക്ക് ആഗ്രഹിക്കാമല്ലോ. നിങ്ങൾ ആഗ്രഹിച്ചോളൂ. ഓക്കെ, അവസാനമായി ഒരു പൂർണ്ണ സംതൃപ്തിയോട് കൂടിയിട്ടാണോ ഈ 3 വർഷത്തെ ടേം പൂർത്തിയാക്കി ജില്ലാ സെക്രട്ടറി? എല്ലാം മാത്രമല്ല, ഞാൻ എത്രയോ കൊല്ലങ്ങളായിട്ട് പാർട്ടി അംഗമായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ 18-19 വയസ്സുള്ളപ്പോൾ പാർട്ടി മെമ്പറായി വന്നതാണ്. ഞാൻ DYFIയുടെ യൂണിറ്റ് തലം മുതൽ പഞ്ചായത്ത്, ബ്ലോക്ക്, താലൂക്ക്, ജില്ല, സംസ്ഥാന ഈ നിലയിലെല്ലാം പ്രവർത്തിച്ച് എത്രയോ കൊല്ലങ്ങളുടെ ഒരു അനുഭവത്തിലാണ്. ഇതിലെല്ലാം സംതൃപ്തനാണ്. ഈ പാർട്ടിയിൽ അംഗത്വം കിട്ടിയെന്നുള്ളത് തന്നെ അഭിമാനകരമായ കാര്യമാണ്. പൂർണ്ണ സംതൃപ്തനാണ്. മാത്രമല്ല, ഞങ്ങളെല്ലാവരും സംതൃപ്തരാണ് പൊതുവിൽ പാർട്ടിക്കാർ. കാരണം ജനങ്ങൾ ഞങ്ങളെ നല്ല നിലയിൽ സ്വീകരിക്കുന്നു, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നു, ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നു. പഴയതിനേക്കാളുമേറെ നല്ല നിലയിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനുള്ള സ്വീകാര്യത വർദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല സംതൃപ്തരാണ്. ഞങ്ങൾ വീണ്ടും ഇങ്ങനെയൊക്കെ സംതൃപ്തി അടഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കാനല്ല തീരുമാനിച്ചത്. ഞങ്ങൾ പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്താൻ, അതുപോലെ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും പിന്നിൽ ജനങ്ങളെ കൂടുതൽ അണിനിരത്താൻ
എല്ലാ നിലയിലും ഞങ്ങൾ ഇടപെടും. പാർട്ടിക്കെതിരായി വരുന്ന നിങ്ങളെപ്പോലുള്ളവർ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന തെറ്റായ ഹീനമായ പ്രചരണങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ ശൈലിയിൽ ഞാൻ പറയാം, 1000 നാവുള്ള പ്രചാരകന്മാരായി ജനങ്ങൾക്കിടയിൽ ഞങ്ങൾക്കെതിരായി നാടിനെതിരായ എല്ലാ നെറികേടുകൾക്കും തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങളുണ്ടാകും. എല്ലാവിധ ആശംസകളും.